നമസ്കാരം. ഞാൻ ജീവമാതാ കാരുണ്യ ഭവനിലെ ഡയറക്ടർ ഉദയഗിരിജയാണ്. കുറച്ചുകൂടി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അനാമിക വിഷ്ണുവിൻ്റെ അമ്മയാണ്. ഇപ്പോൾ 3-4 ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിലും ബാക്കി സോഷ്യൽ മീഡിയയിലല്ല, വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് എന്താണ് ഒരു ഫേസ്ബുക്കിൽ വന്ന ഒരു പോസ്റ്റാണ് ഇതിനെല്ലാം കാരണം. അപ്പം അതിൻ്റെ കാര്യങ്ങൾ സത്യാവസ്ഥ നിങ്ങളെ ബോധ്യപ്പെടുത്താനെ കൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഇടയായത്. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾ ചോദിക്കും ഈ 2-3 ദിവസം എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല എന്നുള്ള ചോദ്യത്തിന് പറയാം, നമ്മൾ നിയമപരമായിട്ട് മുന്നോട്ട് പോയതിന് ശേഷം വീഡിയോ ചെയ്യാമെന്ന് കരുതി ഇന്ന് നമ്മൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഫയൽ ചെയ്തു. അതുകൊണ്ടാണ് ഇന്ന് വൈകുന്നേരം ഇതേപോലെ ഒരു വീഡിയോ ഇടാമെന്ന് കരുതി വീഡിയോ ഇടുന്നത്. ഞാനിപ്പം ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടല്ല നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത്. കാരണമെന്ന് വെച്ചാൽ എനിക്ക് ഈ വീഡിയോ ഇങ്ങനെ എല്ലാവരും ഫേസ്ബുക്കിനകത്തും ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഇട്ടേക്കുന്നു. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കല്യാണം കഴിച്ചിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് എന്ന് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇടുന്നതിൻ്റെ കാരണം എനിക്ക് ഇവിടെ ഇതൊരു ഓൾഡ് ഏജ് ഹോമും ചിൽഡ്രൻസ് ഹോമുമാണ്. അതായത് 10-70 പേര് ഈ ജീവമാതാ കാരുണ്യ ഭവനിൽ താമസക്കാരായിട്ടുണ്ട്. അപ്പോൾ ഈ 70 പേർക്ക് നമുക്ക് സർക്കാരിൻ്റെ ഗ്രാൻഡ് കിട്ടിയിട്ടല്ല ഇത് പ്രവർത്തിക്കുന്നത്. ഇത് ഓരോ നല്ല മനസ്സുള്ള കുറേ വ്യക്തികൾ, കുറേ സ്പോൺസർമാർ നമുക്ക് ഓരോ ദിവസത്തെ ഭക്ഷണങ്ങൾ സ്പോൺസർ ചെയ്തിട്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. അപ്പം അവർ എല്ലാവരും ഇപ്പം കുറച്ച് സ്പോൺസർഷിപ്പ് നമുക്ക് നഷ്ടപ്പെട്ടു. അവരെല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നതിൻ്റെ മറുപടി കൂടിയാണ് അത്. ഇത് 2009 സ്റ്റാർട്ട് ചെയ്യുന്നത്. 2009 സ്റ്റാർട്ട് ചെയ്തിട്ട് 2011 മാർച്ച് 13 എൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ടത്. അപ്പം ഇപ്പം 14 വർഷമാവുന്നു എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട്. ഈ 14 വർഷം ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ കുഞ്ഞുങ്ങളെ നോക്കി, ഇവിടുത്തെ അമ്മമാരെ നോക്കി, അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കിയാണ് ഞാൻ ജീവിച്ചു വരുന്നത്. അപ്പം അതിനിടയ്ക്ക് രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കിയെടുക്കണം. എന്ന് വെച്ചാൽ കുറേ റിയാക്ഷൻ വീഡിയോ ഞാനിങ്ങനെ കാണുകയുണ്ടായി. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരോടായിട്ട് ഞാനൊന്ന് പറയുക, നിങ്ങൾക്ക് എനിക്ക് നിങ്ങളോട് ദേഷ്യമില്ല. കാരണം എനിക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങൾക്ക് എന്നെയും അറിയില്ല. അപ്പം എനിക്ക് അറിയാത്ത ഒരാളോട് നിങ്ങളോട് ദേഷ്യപ്പെടേണ്ട കാര്യം എനിക്കില്ല. പക്ഷേ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ സത്യസന്ധത എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് വരാം. ഇവിടെ നേരിട്ട് ഒരു വീഡിയോ കണ്ട് അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ഇവിടെ വരാം. ഇവിടെ വന്ന് ഇവിടെ എല്ലാത്തിനും തെളിവുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് വീഡിയോയിൽ എടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. പക്ഷേ നിങ്ങൾക്കെല്ലാം കണ്ട് ബോധ്യപ്പെടാം. ഒരു പക്ഷേ നിങ്ങളിത് ആവശ്യപ്പെട്ട് ഇവിടെ വരുമ്പം നിങ്ങളെ കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കത് തെറ്റായി തോന്നി എന്ന് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രം ഒരു റിയാക്ഷൻ വീഡിയോ എടുക്കുക. അതായത് അപ്പം എനിക്കൊരു കുടുംബമുണ്ട്, ഇവിടെ ഇത്രയും അന്തേവാസികളല്ല, എൻ്റെ അമ്മമാർ, എൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ താമസക്കാരായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങളൊരു വീഡിയോ ഇടുമ്പം ഇത് പേഴ്സണലായിട്ട് എന്നെയും എൻ്റെ ഇവിടുത്തെ ആൾക്കാരെയും താമസക്കാരെയും എന്ന് വെച്ചാൽ ആരും ഇല്ലാത്തവരെ ഉള്ളത്. അപ്പം അത്ര അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ഭക്ഷണത്തിൻ്റെ കാര്യത്തിന് വരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അപ്പം നിങ്ങൾ സത്യസന്ധത അറിഞ്ഞിട്ട് വേണ്ടേ അതിന് പ്രതികരിക്കാനെ കൊണ്ട്. നിങ്ങളൊരു റിയാക്ഷൻ വീഡിയോ ഇടുമ്പോൾ ഈ ലോകം മൊത്തം കാണുന്നൊരു കാര്യമല്ലേ. ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ കുറച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. ഇതെല്ലാം ഞാൻ പേപ്പറിനകത്ത് എഴുതി വെച്ചു. അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഇത് ഒന്നും വിട്ടു പോവല്ലോ, ഞാൻ എന്തെങ്കിലും മറന്നു പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതുക. കഴിഞ്ഞ ദിവസം, അതായത് ഒരു 3 ദിവസം മുന്നേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കാണുകയുണ്ടായി. എൻ്റെ ഒരു സ്പോൺസർ എനിക്ക് അയച്ചു തന്നു. അങ്ങനെയാണ് ഞാൻ അത് കണ്ടത്. അപ്പോൾ പുള്ളിക്കാരി അതിനകത്ത് ഒരുപാട് ഞാൻ ഫ്രോഡാണെന്ന്, ഞാൻ ചാരിറ്റി ബിസിനസ്സായിട്ട് നടത്തുന്ന ഒരാളാണ് എന്നൊക്കെയാണ് അതിനകത്ത് എഴുതിയേക്കുന്നത്. ഇവിടുന്ന് ഒരുപാട് ഡിപ്രഷന്, മനോവേദന, അപമാനം, കണ്ണുനീര് ഇതെല്ലാം അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പോസ്റ്റിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾ ആദ്യം അത് ബോധ്യപ്പെടുത്തണം. അപ്പം അത് ബോധ്യപ്പെടുത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. കാരണം ഞാൻ ഈ സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്കത് ബോധ്യപ്പെടുത്തണമല്ലോ. ഈ 2022 അതായത് ജൂലൈ 6 ഈ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട സ്ത്രീ ഇവിടെ ജോലിക്ക് വരുന്നത്. യഥാർത്ഥത്തിൽ അവർ ജോലിക്ക് വന്നതല്ല. കാരണമെന്ന് വെച്ചാൽ നമ്മൾ ചിൽഡ്രൻസ് ഹോമിൽ വാർഡനായിട്ടാണ് അവളെ അപ്പോയിൻമെന്റ് ചെയ്തത്. പക്ഷെ അവള് അന്ന് രാത്രി ഓൾഡ് ഏജ് ഹോമിൽ കയറി അമ്മമാരെ നിർബന്ധിച്ച് അമ്മമാരുടെ വീഡിയോ എടുത്തു. അതെല്ലാം നമ്മുടെ ക്യാമറയിൽ, നമ്മുടെ ഓൾഡ് ഏജ് ഹോമിലും ചിൽഡ്രൻസ് ഹോമിലും നമ്മുടെ ഓഫീസിൽ ഉൾപ്പെടെ നമ്മൾ ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പം ഇവര് അന്ന് കയറി അമ്മമാരെയൊക്കെ കൊണ്ട് നിർബന്ധിച്ച് ക്യാമറ എടുത്തു. നിങ്ങൾക്ക് ഈ സ്ഥാപനം ഇവിടെ വന്നവർക്കറിയാം, ചിൽഡ്രൻസ് ഹോമും ഓൾഡ് ഏജ് ഹോമും രണ്ടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം 2 ബിൽഡിംഗ് ആണ്, ഇടയ്ക്ക് മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട്. അപ്പം ചിൽഡ്രൻസ് ഹോമിൽ
വാർഡനായിട്ട് വന്ന ഒരാൾക്ക് ഓൾഡ് ഏജ് ഹോമിൽ കയറേണ്ട കാര്യമില്ല. പക്ഷെ ഇവര് കയറി ഓൾഡ് ഏജ് ഹോമിൽ കയറി അമ്മമാരുടെ വീഡിയോ എടുത്തു. അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് അതേപോലെ എനിക്കെതിരായിട്ടൊരു വീഡിയോ ആരോ ഞാനൊരു പെണ്ണല്ലേ, അപ്പൊ ഒരു പെണ്ണിന് ഇത്രയും സ്ഥാപനം ഒറ്റയ്ക്ക് ഇങ്ങനെ കൊണ്ട് നടത്താൻ പറ്റുമോ? അപ്പൊ ഇതിനെ തകർക്കാനെ കൊണ്ട് കുറച്ച് പേര് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അവര് അയച്ച ഒരാളായിട്ടാണ് അന്ന് എനിക്ക് തോന്നിയത്. വീഡിയോ എടുത്തു. ഇതേപോലെ നമ്മുടെ ചിൽഡ്രൻസ് ഹോമിലെ കുഞ്ഞുങ്ങളെ കൊണ്ട് വീഡിയോ എടുക്കാൻ ചെന്നപ്പോൾ അന്ന് കുഞ്ഞുങ്ങൾ പ്രതികരിച്ചതിന് നമുക്ക് കുഞ്ഞുങ്ങളും ഇവരുമായിട്ട് വഴക്കുണ്ടായി. ഇവിടുന്ന് പറഞ്ഞു വിടേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നു. നമ്മുടെ ഒരു ജീവനക്കാരി നമ്മുടെ സ്ഥാപനത്തിൽ മോശമായിട്ട് ഒരു ദിവസം വന്നാലും എത്ര ദിവസം ജോലി ചെയ്താലും മോശമായിട്ട് പ്രതികരിച്ചാല്, മോശമായിട്ട് ഒരു കാര്യം ചെയ്താല്, ഒരു അമ്മ എന്ന രീതിയിൽ എൻ്റെ കുഞ്ഞുങ്ങളോടോ അല്ലെങ്കിൽ എൻ്റെ അമ്മമാരോടോ മോശമായിട്ട് പ്രതികരിച്ചാൽ ഞാനത് അവരെ പിന്നെ ഇവിടെ നിർത്തേണ്ട കാര്യമുണ്ടോ? അപ്പം നമ്മള് അങ്ങനെ ആ ഒരു പ്രശ്നമായി അവരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടതാണ്. പറഞ്ഞു വിട്ട് ഇവര് നേരെ ചെയ്തത് അവിടെ ഇവിടെ അതിനു മുന്നേ ആദ്യമേ അവര് കുടുംബം സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അവിടുന്ന് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു സാർ ഇത് അടൂർ സ്റ്റേഷന്റെ പരിധിയാണെന്ന് പറഞ്ഞു. ഇവര് അടൂർ സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കാൻ പറഞ്ഞു. കുടുംബം സ്റ്റേഷനിൽ നിന്ന് ഇവരെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞിട്ട് ഇവര് ചെയ്തതെന്ന് വെച്ചാൽ കുടുംബം സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തില്ല. എന്ന് വെച്ചാൽ അവര് നേരെ ഒരു ഫേസ്ബുക്ക് ലൈവ് വീഡിയോ ഇട്ടു. അപ്പൊ വീഡിയോ ഇട്ടപ്പോഴത്തേന് ഞാൻ അപ്പൊ പ്രതികരിച്ചു. ഞാൻ അടൂർ സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു. അവര് ഇവിടുത്തെ ക്യാമറ ഉൾപ്പെടെ അവര് ചെയ്ത പ്രവൃത്തി ക്യാമറ ഉൾപ്പെടെ ഞാൻ അടൂർ സ്റ്റേഷനിൽ ഹാജരാക്കി. അങ്ങനെ അടൂർ സ്റ്റേഷനിൽ നിന്ന് അവരെ വിളിച്ചു വരുത്തി അവരെ വഴക്ക് പറഞ്ഞു. ഇനി മേലെ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞു. അവരെ കൊണ്ട് അതെല്ലാം ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അവര് ഡിലീറ്റ് ചെയ്തു. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല, ചെയ്തിട്ടില്ലായിരുന്നെന്ന് ഈ 2 ദിവസം മുന്നേ എനിക്ക് മനസ്സിലായത്. അപ്പൊ അങ്ങനെ ചെയ്യിപ്പിച്ചു, അവരെ പറഞ്ഞു വിട്ടു. പിന്നെയെന്ന് വെച്ചാല് അവര് അതിനകത്ത് ഇട്ടേക്കുന്നു 2022 അവര് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക്, അതേപോലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക്, മനുഷ്യാവകാശ കമ്മീഷനൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ റെസിപ്റ്റും കേസ് കൊടുത്തതും എല്ലാം അതിനകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അറിഞ്ഞോന്ന് എനിക്ക് അറിയില്ല. ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മുഴുവൻ ഇവിടെ അന്വേഷണത്തിന് ആള് വന്നു. ഇവിടെ ബഹുമാനപ്പെട്ട പത്തനംതിട്ട സാമൂഹ്യനീതി വകുപ്പ് ഉൾപ്പെടെ ഉള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇവിടെ അവര് അന്വേഷണത്തിന് വന്നു. ഈ പറയുന്ന ഈ വീഡിയോയിലുള്ള അമ്മയോട്, ഈ അമ്പിളിയോട്, ബാക്കി കുഞ്ഞുങ്ങളോട് എല്ലാവരോടും സംസാരിച്ച് നമുക്ക് ഇവിടെ ഇൻസ്പെക്ഷൻ ബുക്ക് ഉണ്ട്, അതിനകത്ത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു കുഴപ്പവും ഇല്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് അത് കണ്ടു ബോധ്യപ്പെടാം. ഇവര് കൊടുത്ത അപേക്ഷ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് കൊടുത്ത പരാതി നമ്മുടെ പത്തനംതിട്ട സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി അവർക്ക് ഇവിടെ തെറ്റില്ല എന്ന് ബോധ്യപ്പെട്ട് അവര് തിരിച്ചു പോയത്. അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർക്ക് പരാതി കൊടുക്കുമ്പോൾ ഈ സ്ഥാപനത്തിന് എന്തെങ്കിലും പൂട്ടാനെ കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ചെയ്യാതിരിക്കുമോ? 2022 ഒരു കേസ് കൊടുത്താൽ ഇത്രയും ഡിപ്പാർട്ട്മെന്റ് അവർ കേസ് കൊടുത്തപ്പം അതിനൊരു റിയാക്ഷൻ ഉണ്ടാവാതിരിക്കുമോ? അപ്പൊ അത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം. നിങ്ങൾ അത് പരാതി കൊടുത്തിട്ട് എന്തായി എന്ന് നിങ്ങൾ അവരോട് ചോദിക്കണം. നമ്മുടെ ഇവിടെ എല്ലാം ഇൻസ്പെക്ഷന് വന്നു, ഇവിടെ ഒരു തെറ്റുകുറ്റവും ഇല്ല എന്ന് കണ്ട് അവർ ബോധ്യപ്പെട്ട് അവർ തിരിച്ചുപോയി. സാമൂഹ്യനീതി വകുപ്പിൽ നിന്ന് തന്നെ അത് കഴിഞ്ഞിട്ട് ശരിക്കും അമ്മമാരെ നമുക്ക് ഒറ്റപ്പെട്ട് കഴിയുന്ന അമ്മമാരെ ഇവിടെ ആക്കുന്നുണ്ട്. ചിൽഡ്രൻസ് ഹോമിലെ കുഞ്ഞുങ്ങളെ CWC വഴിയാ നമുക്ക് ഇപ്പോഴും കുഞ്ഞുങ്ങളെ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ നമുക്ക് ഇവിടെ 70 പേരോളം ഇവിടെ ഉണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റും നമ്മളുമായിട്ട് നല്ല സഹകരണമാണ്. അപ്പൊ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് നമ്മളുമായിട്ട് സഹകരിച്ചു പോകുമോ? നിങ്ങൾക്ക് അത് റിയാക്ഷൻ വീഡിയോ ഇടുന്നവര് അതൊന്ന് ശ്രദ്ധിക്കണം. ഈ 6-ാം തീയതി ജൂലൈ 6-ന് 2022 ജൂലൈ 6-ന് ഉച്ചയ്ക്ക് ജോലി പ്രവേശിച്ച ആള് 7-ാം തീയതി ഒരു ദിവസം ഇവിടെ നിന്നിട്ടുള്ളൂ. 8-ാം തീയതി രാവിലെ അവര് ഇറങ്ങിപ്പോയി. അവര് റിസൈൻ ചെയ്തു പോയി. വളരെ മോശമായിട്ട് അമ്മമാരോടും കുഞ്ഞുങ്ങളോടും ഇടപെട്ടപ്പോൾ ഞാനത് പറഞ്ഞു വിട്ടു. ആ ഒരു ദിവസം കൊണ്ട് ഒരു സ്ഥാപനത്തെ കുറിച്ച് അവർക്ക് പഠിക്കാൻ കഴിയുമോ? അവര് ചിൽഡ്രൻസ് ഹോമിൽ ഈ ചിൽഡ്രൻസ് ഹോമുമായിട്ടോ ഓൾഡ് ഏജ് ഹോമുമായിട്ടോ ഒരു ബന്ധമില്ലാത്ത ഈ ഓഫീസിലെ കാര്യങ്ങൾ അവർ ഒരു ദിവസം കൊണ്ട് ചിൽഡ്രൻസ് ഹോമിൽ വന്ന് എന്തോ മനസ്സിലാക്കാനാണ്. പിന്നെ അവരതിനകത്ത് പറയുന്നു, പിള്ളേരോട് ചോദിച്ചു, അനാമിക്ക് അച്ഛനും അമ്മയും ഉണ്ട്, ഇടയ്ക്ക് വീട്ടിൽ പോവും, അപ്പൊ അനാമിയയ്ക്ക് അച്ഛനും അമ്മയും ഉള്ളൊരു കുട്ടിയാണെന്ന് പറയുന്നു. അനാമിയയ്ക്ക് അനാമിയയുടെ അച്ഛന്റെയും അമ്മയുടെയും കാര്യം ഓൺലൈനിൽ മൊത്തം ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പത്തനംതിട്ട CWC ബന്ധപ്പെട്ടാൽ അവർ അച്ഛൻ എഴുതി കൊടുത്തത് ഉൾപ്പെടെ അവിടുന്ന് നിങ്ങൾക്ക് കിട്ടും. അതൊക്കെ കണ്ടിട്ട് വേണ്ട ഇങ്ങനെയൊക്കെ ഓരോ പോസ്റ്റ് ഇടാനും അതിനകത്ത് കമന്റ് ഇടാനും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ അന്വേഷിക്കാനൊക്കെ ഉണ്ട്. അതേപോലെ ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്, ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആ സ്ത്രീയുടെ ഈ പോസ്റ്റ് കണ്ടുകൊണ്ട് അടുത്തൊരു യൂട്യൂബർ
അതിനകത്ത് കയറി ഒരുപാട് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്, എൻ്റെ കല്യാണ വീഡിയോ ഉൾപ്പെടെ. അപ്പം അതിൻ്റെ കാര്യങ്ങൾ കുറച്ച് ഞാൻ പറയാം, നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കണം. 3 ദിവസം മുന്നേ ഇവര് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട്, ഫ്രാഡുകളുടെ കാലമാണ്, പത്തനംതിട്ട CWCയിലെ ഫണ്ടിലൂടെ പണിഞ്ഞ ബിൽഡിങ്ങിൽ കമ്മീഷൻ വ്യവസ്ഥയിൽ ആളെ വെച്ച് പാവപ്പെട്ട വീട്ടിലെ കുഞ്ഞുങ്ങളെ കടത്തിക്കൊണ്ട് വന്ന് വലിയ ത്യാഗി ചമയുന്ന നിന്നെ അടിപടല പത്തനംതിട്ട ചൈൽഡ് വെൽഫെയർ പൂട്ടും. ഈ നിങ്ങൾക്കറിയാം, ഈ CWC എന്ന് പറയുന്നത് ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, നമ്മുടെ പത്തനംതിട്ട ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിന്ന് 1 രൂപ പോലും ഒരു സ്ഥാപനത്തിലും ഈ ഈ പത്തനംതിട്ട ജില്ലയിൽ, വേറെ ജില്ലയിൽ കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പത്തനംതിട്ട ജില്ലയിൽ ഒരു സ്ഥാപനത്തിലും CWC നിന്നും 1 രൂപ പോലും കൊടുത്തിട്ടില്ല. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ പത്തനംതിട്ട CWC ആയിട്ടോ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റുമായിട്ടോ ബന്ധപ്പെട്ട അതിന്റെ സത്യാവസ്ഥ നിങ്ങൾക്കറിയാം. അവിടുന്ന് ഒരു സ്ഥാപനത്തിനും, ഇത് തന്നെ അല്ല, 36 സ്ഥാപനമുണ്ട്, ചിൽഡ്രൻസ് ഹോമും ഉണ്ട് ഈ പത്തനംതിട്ട ജില്ലയിൽ. ഒരു സ്ഥാപനത്തിന് പോലും 1 രൂപ പോലും ഈ CWC കൊടുക്കുന്നില്ല. അത് ഒരു കാര്യം. പിന്നെന്ന് പറഞ്ഞത്, ഈ കമ്മീഷൻ വ്യവസ്ഥയിൽ ആളെ വെച്ച് പാവപ്പെട്ട വീട്ടിലെ കുഞ്ഞുങ്ങളെ കടത്തിക്കൊണ്ട് വന്ന് നമ്മളിവിടെ പാർപ്പിക്കുന്നതെന്ന് കമ്മീഷൻ വ്യവസ്ഥ ഏജന്റുമാരുണ്ടെന്ന് അവർ പറഞ്ഞു. നമ്മള് ഈ ചിൽഡ്രൻസ് ഹോമുകളിൽ ഈ ഒത്തിരി പേര് അതാ കൂടുതലും കടത്തിക്കൊണ്ട് വന്നു, ഏജന്റുമാര്. അതൊക്കെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇപ്പൊ നടത്തുന്ന എല്ലാ ചിൽഡ്രൻസ് ഹോമിലും CWC വഴിയാണ്, അതായത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുഖേനയാണ് ഓരോ കുട്ടികൾ ഹോമിൽ എത്തുന്നത്. അതായത് വീട്ടിൽ നിർത്താൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള കുഞ്ഞുങ്ങൾ, അതിനകത്ത് എല്ലാ കുഞ്ഞുങ്ങളും വരും, ഒരു വീട്ടിൽ നിർത്താൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള കുഞ്ഞുങ്ങളെല്ലാം വരും. അങ്ങനത്തുള്ള കുഞ്ഞുങ്ങളെ പരിചരണവും ശ്രദ്ധയും കൊടുത്ത് വിദ്യാഭ്യാസവും കൊടുത്ത് സംരക്ഷിക്കുന്നതാണ് സ്ഥാപനത്തിന്റെ ചുമതല. നമ്മളൊരു കുട്ടിയെ നമുക്ക് നേരിട്ട് ഇവിടെ ഇപ്പോൾ ഒരു രക്ഷകർത്താവ് വന്ന് ഈ കുഞ്ഞിനെ ഇവിടെ നിർത്തണം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. നമ്മൾ അപ്പോഴേ അവരെ പത്തനംതിട്ട CWCയിലോട്ടാണ് പറഞ്ഞു വിടുന്നത്. അതായത് ഒരു കുഞ്ഞും CWCയുടെ ഓർഡർ ഇല്ലാതെ ഒരു കുഞ്ഞുങ്ങളും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇവിടെയും നല്ല ഒരു സ്ഥാപനത്തിലും അങ്ങനെ നിർത്താൻ പറ്റത്തില്ല. പിന്നെയെന്ന് വെച്ചാൽ അവര് പറഞ്ഞു, ഈ ഒരു സമയം കഴിഞ്ഞാൽ ഈ കുട്ടികളെ തിരിച്ച് വീട്ടിൽ വിടത്തില്ല, ഇവിടെ നിർത്തുവാന്ന്. നമുക്ക് 18 വയസ്സ് വരെയുള്ള കുട്ടികളെ നിർത്താനുള്ള ലൈസൻസേ നമ്മുടെ സ്ഥാപനത്തിലുള്ളൂ. 18 വയസ്സ് കഴിഞ്ഞാൽ ഈ CWC തന്നെ ഈ കുഞ്ഞുങ്ങളെ അഞ്ചാലുമൂട്, കുണ്ട്ര അഞ്ചാലുമൂടുള്ള ആഫ്റ്റർ കെയറിലോട്ട് പറഞ്ഞു വിടും. അത് ഈ കുട്ടികളെ പറഞ്ഞു വിടുന്നത് എന്ന് വെച്ചാൽ അവരുടെ റിലേറ്റീവ് വന്നാൽ പോലും ഈ കുട്ടികളെ പറഞ്ഞു വിടുന്നത് CWCയുടെ ഓർഡർ വേണം. ഓർഡറോട് കൂടിയാണ് ഇവിടുന്ന് പറഞ്ഞു വിടുന്നത്. CWC ഓർഡർ ഇല്ലാതെ കുഞ്ഞുങ്ങളെ നിർത്താനും പറ്റത്തില്ല, കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടാനും പറ്റത്തില്ല. അപ്പൊ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഒരു കുട്ടിയെ നീ വീട്ടിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞ് എനിക്ക് പറഞ്ഞു വിടാൻ പറ്റത്തില്ല. അത് നിയമമല്ല. നിങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ചിൽഡ്രൻസ് ഹോമിൽ നിങ്ങൾ ഈ റിയാക്ഷൻ വീഡിയോ ഇടുന്നവര് അന്വേഷിച്ചാൽ മതി. കുട്ടികളെ CWC വഴിയാണ് നമ്മുടെ സ്ഥാപനത്തിൽ വരുന്നതും നമ്മൾ ഇവിടുന്ന് ആ കുഞ്ഞുങ്ങളെ റിലീസ് ചെയ്ത് വിടുന്നത് CWC ആണ്. അതിനകത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഞാൻ എഴുതി കൊണ്ട് അത് ആ ഒരു യൂട്യൂബർ പറഞ്ഞ കാര്യങ്ങൾ ആ കൂടെ വീഡിയോ നോക്കാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് എല്ലാത്തിനും മറുപടി ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത്. കല്യാണത്തിനായിട്ട് ഞാൻ ആരെയും ഒരു ചാനലുകാരെ ഞാൻ വിളിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു ചാനലുകാർ പറയട്ടെ ഞാൻ അവരെ വിളിച്ചിട്ടുണ്ടെന്ന്. കല്യാണം എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ സ്ഥാപനത്തിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ ആൾക്കാരെയും അറിയിക്കും. എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അനാമിക വിഷ്ണുവിൻ്റെ ചാനലിൽ വരും, അതായത് എൻ്റെ മോനും മരുമോളും ആയതുകൊണ്ട് ആ ചാനലിൽ വരും. പിന്നെ ജീവമാതയുടെ പോസ്റ്റിൽ വരും, പിന്നെ ഉദയഗിരിയുടെ ഫേസ്ബുക്കിൽ വരും. അതല്ലാതെ വേറൊരു ചാനലുകാരെ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യത്തിന് ഞാൻ ക്ഷണിച്ചിട്ടില്ല. അത് നിങ്ങൾ ഈ പോസ്റ്റ് ഇട്ട ഈ യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. ഞാൻ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്, എൻ്റെ കല്യാണത്തിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ആരെയും സ്വാധീനിച്ചിട്ടില്ല. അവരെല്ലാവരുമാണ് ഇങ്ങോട്ട് വന്ന് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഇന്നും കൂടെ 2-3 പേര് എന്നെ വിളിച്ച് ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്തൊത്തിനാന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ നിന്ന് കൊടുത്തിട്ടില്ല. പിന്നെ ഇപ്പം വരുന്നത് മൊത്തം അനാമിക വിഷ്ണുവിൻ്റെ കാര്യമാണ്. അനാമിക വിഷ്ണുവിൻ്റെ കാര്യം, ഈ അനാമിക അനാഥയായതുകൊണ്ട് അല്ലെങ്കിൽ അനാമിയ ചോദിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു ചോദ്യം വന്നു. ഈ അനാമികയെ 18 വയസ്സ് കഴിഞ്ഞ് ഏറ്റെടുക്കാൻ ആരും ഇല്ലായിരുന്നു. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അനാമികയുടെ അമ്മ മരിച്ചു പോയതാണ്, അച്ഛൻ ഉപേക്ഷിച്ചതാണ്. CWCയുടെ മുന്നിൽ വന്ന അച്ഛൻ എൻ്റെ മുന്നിൽ വെച്ചാണ് അവളെ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കുട്ടിയാണ് അനാമിക. പിന്നെ അനാമിക ഇപ്പം വളരെ സന്തോഷത്തോടാണ് കഴിയുന്നത്. അനാമിക പ്രഗ്നന്റ് ആയി, അനാമിക പ്രസവിച്ചു, ഒരു പെൺകുഞ്ഞായി. അവരവരുടെ കുടുംബത്തോടെ സന്തോഷമായിട്ടല്ലേ കഴിയുന്നത്. അതിനിടയ്ക്ക് നിങ്ങൾ വന്ന് അങ്ങനെ ഇങ്ങനെ മാടയെ കോടെ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എനിക്കറിയത്തില്ല.
ഒരു കുടുംബം തകർക്കാനെ കൊണ്ട് എളുപ്പമല്ലേ. നമ്മൾ ആ ഒരു കുടുംബത്തിന് ഒരാൾക്കെങ്കിലും നല്ലത് ചെയ്യാൻ ശ്രമിക്കുക. റിയാക്ഷൻ വീഡിയോ ഒക്കെ ഇടുന്നത് നല്ലതാണ്. പക്ഷെ ഇവിടെ വന്ന് ഇതിന്റെ സത്യാവസ്ഥകളൊക്കെ ബോധ്യപ്പെട്ടതിന് ശേഷം നിങ്ങൾ ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. ഈ അനാമികയെ എന്റെ മോന് കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഞാൻ ഇവിടെ സന്ധ്യ എന്ന് പറയുന്ന ഒരു കുട്ടിയെ കല്യാണം കഴിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ആരും അതിനെക്കുറിച്ച് അറിഞ്ഞില്ലേ? സന്ധ്യയും 18 വയസ്സായപ്പോഴാണ് സന്ധ്യയെ ഞാൻ വിവാഹം കഴിപ്പിച്ച് വിട്ടത്. ഈ സന്ധ്യയെ ഏറ്റെടുക്കാൻ ആരും ഇല്ലായിരുന്നു. അതൊന്നും ഇതിനകത്ത് വരുന്നില്ല. സന്ധ്യ എന്ന് പറയുന്ന കുഞ്ഞു എനിക്ക് 8 വർഷം മുന്നേ എനിക്ക് കിട്ടിയ മോളാണ്. അവളെയും ഞാൻ വിവാഹം കഴിച്ചു വിട്ട് അവൾക്കും ഒരു കുഞ്ഞുണ്ട്. അനാമികയെ ഞാൻ കല്യാണം കഴിച്ചു വിട്ട് അവൾക്കും ഇപ്പൊ ഒരു കുഞ്ഞുണ്ട്. അവരെല്ലാം നല്ല സന്തോഷമായിട്ട് കഴിയുന്നു. നിങ്ങൾ എന്തിനാണ് ജീവമാത എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ ഇത്രയും 10-70 പേര്, നിങ്ങൾക്ക് ഒരാളെയെങ്കിലും ഒരു ദിവസം സംരക്ഷിക്കാൻ പറ്റുമോ? ഇവിടെ 10-70 പേരുണ്ട്. എന്റെ കുഞ്ഞുങ്ങള്, എന്റെ അമ്മമാര് 10-70 പേര് ഇവിടെ ഉണ്ട്. അവരുടെ അന്നം മുട്ടിക്കാൻ നിങ്ങൾ എന്തിനാണ് ഈ റിയാക്ഷൻ വീഡിയോ ഇട്ടുകൊണ്ട് ഇതിന്റെ പുറകെ വരുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റായ രീതിയിൽ തോന്നിയാൽ നിങ്ങൾ നേരിട്ട് ഇവിടെ വാ. ഞാൻ നിങ്ങളുമായിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ പങ്കുവെക്കാൻ തയ്യാറാണ്. പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അല്ലാതെ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഫണ്ട് എങ്ങനെ വരുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ അമ്മമാരെ എങ്ങനെ കഴിയുന്നു, അല്ലെങ്കിൽ ഇവരെ എങ്ങനെയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ CWCയുടെ പെർമിഷന്റെ ഓർഡർ ഒക്കെ നമുക്കിവിടെ ഉണ്ട് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഫയലുണ്ട്. ഇന്ന് ഇവിടെ ചൈൽഡ് പ്രൊട്ടക്ഷന്റെ ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു. എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എല്ലാ ആഴ്ചയിലും മാസത്തിലും കൃത്യമായിട്ട് ഈ സ്ഥാപനം തന്നെ അല്ല കേട്ടോ, എല്ലാ സ്ഥാപനത്തിലും ഇൻസ്പെക്ഷൻ നടക്കും. അത് ഇവിടെ ഉള്ളവരെല്ലാം മനുഷ്യരല്ലേ, ഇത്രയും ജീവനുകളല്ലേ. അപ്പൊ ഇവർക്ക് ഫുഡ് കിട്ടുന്നുണ്ടോ, ഇവിടെ എങ്ങനെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ടോ എന്നറിയാനെ കൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എല്ലാ മാസത്തിലും ആഴ്ചയിലും എല്ലാ ഇൻസ്പെക്ഷനും ഉണ്ട്. ഈ സ്ഥാപനം തന്നല്ല, എല്ലാ സ്ഥാപനത്തിലും ഉണ്ട്. അത് സ്ഥാപനം നടത്തുന്നവർക്കെല്ലാം കൃത്യമായിട്ട് അറിയാം. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 ദിവസം മാത്രം ഒരു ശത്രുക്കൾ പറഞ്ഞു വിട്ട ഒരു വ്യക്തി, അതായത് ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് ശത്രുക്കള് എന്നെ തകർക്കാൻ എന്ന് വെച്ചാൽ ഒരു പെണ്ണിന് ഒറ്റയ്ക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ച ഒരു 2-3 ആൾക്കാർക്ക് അവരുടെ നിർബന്ധപ്രകാരം, അവരുടെ ആവശ്യപ്രകാരം ഈ സ്ഥാപനം തകർക്കാനെ കൊണ്ട് ഇറങ്ങിത്തിരിച്ച ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ആ സ്ത്രീ പറഞ്ഞത് വിശ്വസിച്ച് അതും കൊണ്ട് ഇവിടെ ഇങ്ങോട്ട് വരുന്നത് ഒട്ടും ശരിയല്ല. നിങ്ങൾ സത്യം മാത്രം അറിയുക. ഞാൻ ഇന്നലെയും മെനഞ്ഞാന്നൊന്നും ഞാൻ ഇതിന് പ്രതികരിക്കാതിരുന്നതിന് കാരണമുണ്ട്. നമ്മൾ ഇത് നിയമപരമായിട്ട് കൈകാര്യം ചെയ്യാനാണ് എനിക്ക് താല്പര്യം. എന്ന് വെച്ചാൽ നമ്മളെല്ലാം ലീഗലായിട്ടാണ് മുന്നോട്ട്, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ലീഗലായിട്ടാണ് പോകുന്നത്. അപ്പം നിയമപ്രകാരം മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഇന്ന് ചെന്ന് ഞാൻ കേസ് കൊടുത്തു, കേസ് ഫയൽ ചെയ്തു. മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കേസ് ഫയൽ ചെയ്തു. മിക്കവാറും നാളെ മുതൽ അന്വേഷണം തുടങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ലീഗലായിട്ട് മുന്നോട്ട് പോയിട്ട് അതിന്റെ ഒരു റെസിപ്റ്റ് സഹിതം നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ മിണ്ടാതിരുന്നത്. ഒരുപാട് പേര് എന്നെ പേഴ്സണലായിട്ടും അല്ലാതെ ഓരോ വീഡിയോക്കകത്തും ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഇതിനെതിരെ പ്രതികരിച്ചില്ല, നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടല്ലേ നിങ്ങൾ പ്രതികരിക്കാഞ്ഞേ, അല്ലെങ്കിൽ നിങ്ങൾ പ്രതികരിക്കത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയാണ്, നമ്മൾ ലീഗലായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യം. ഒരാളിപ്പോൾ വിളിച്ചിട്ട് ഒരു യൂട്യൂബർ വിളിച്ചിട്ട് ഒരു ഇന്റർവ്യൂ തരാമോ എന്ന് ചോദിക്കുക. ഞാനത് നോ എന്ന് പറഞ്ഞാൽ ഉടനെ അതിന്റെ പിറ്റേന്ന് വരുന്നത് നെഗറ്റീവ് അവരിടുന്ന പോസ്റ്റാണ്. അപ്പം ദയവ് ചെയ്ത് നമ്മൾ കേസ് കൊടുക്കുന്നത് നമ്മൾ ലീഗലായിട്ട് മുന്നോട്ട് പോവുക. അപ്പം കേസ് കൊടുക്കുന്നത് നിങ്ങളെ ആരെ റിയാക്ഷൻ ചെയ്യുന്ന ഒരു മനുഷ്യർക്കും എനിക്കറിയത്തില്ല, നിങ്ങൾ ആരാന്ന് കൂടി എനിക്കറിയത്തില്ല, നമ്മൾ ശത്രുക്കളുമല്ല. പക്ഷെ ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ഇടുമ്പോഴത്തേന് ഇത്ര ജീവനുകൾ, 70ഓളം ജീവനുകളുടെ അവരുടെ ആഹാരത്തിന് ഒരു വഴിമുട്ടുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾ ഒരുക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഒരു യൂട്യൂബർ ഇങ്ങനെ പറയുന്നുണ്ട്, അനാമയ്ക്ക് 18 വയസ്സാവാൻ കാത്തിരുന്നു, 18 വയസ്സായപ്പോഴേ പിടിച്ച് കല്യാണം കഴിച്ചു. നിങ്ങൾക്ക് ഇതിനകത്ത് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കൊരു കുട്ടിയെ നമ്മളിവിടെ വരുമ്പോഴും തിരിച്ചു വിളിച്ചുകൊണ്ട് പോകുമ്പോഴും എല്ലാം ലീഗലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ഒരു കുഞ്ഞിനെ കല്യാണം കഴിപ്പിച്ച് വിടുമ്പം, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ ഞാനിപ്പോൾ എൻ്റെ മോന് വേണ്ടിയിട്ട് ആലോചിക്കുമ്പം ആ കുട്ടിയുടെ പേരൻസ് ഒന്നുമില്ല. നമുക്ക് ആ കുട്ടിയെ തന്നേക്കുന്ന CWCH, അതായത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി. അങ്ങനെ ആ അനാമികയുടെ കാര്യം നമ്മുടെ പത്തനംതിട്ട ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാനോടാണ് ആദ്യമേ എൻ്റെ ഒരു താല്പര്യം ഞാൻ അറിയിച്ചത്. അന്ന് ചെയർമാൻ എൻ്റെ അടുത്ത് പറയുക പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ കല്യാണം നടക്കത്തില്ലായിരുന്നു. അപ്പം CWCയിലെ ചെയർമാന് സമ്മതമായി അറിയിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ മോനോടും ഈ കാര്യം പറയുന്നത്. അപ്പോൾ അവൾക്ക് 18 വയസ്സാവാൻ കാത്തിരുന്നതല്ല. ഞാനിപ്പം ചെയർമാൻ എൻ്റെ അടുത്ത് പറയുക, CWC ചെയർമാൻ പറഞ്ഞു വിവാഹത്തിന് പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അനാമിക എൻ്റെ മരുമകളാവത്തില്ലായിരുന്നു. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം,
നമ്മളൊരു വിവാഹം കഴിക്കുമ്പം നമ്മൾ ഇങ്ങനത്തെ സ്ഥാപനത്തിൽ നിന്ന് ഒരു പെണ്ണിനെ നമ്മൾ എടുക്കുമ്പം ഈ സ്ഥാപനത്തിൽ വളർന്നു അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അങ്ങനൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. അപ്പം അതിൻ്റെ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചതിന് ശേഷം അവരുടെ പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് ഈ കല്യാണത്തിൻ്റെ കാര്യമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയത്. കല്യാണത്തിന് തന്നെ ഈ സകല ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരെല്ലാം ക്ഷണിച്ച് അവരുടെ മുന്നിൽ വെച്ചാണ് കല്യാണം നടത്തിയത്. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് ഓർക്കണം. പിന്നെ ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ ഇടുന്ന അല്ലെങ്കിൽ എല്ലാ യൂട്യൂബർമാരെയും ഞാൻ ഈ സ്ഥാപനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ രാവിലെ വന്ന് ഒരു ദിവസം നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് അല്ലെങ്കിൽ അമ്മമാരുമായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ വീണ്ടും നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം. അത് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ റിയാക്ഷൻ നെഗറ്റീവ് പറഞ്ഞവർ ഒരു ദിവസം നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് ഒന്ന് അറിയാനെ കൊണ്ട് ഞാൻ ഇവിടേക്ക് ക്ഷണിക്കുന്നു എല്ലാവരെയും. ദയവേത് നിങ്ങളെല്ലാവരെയും ഞാൻ വീണ്ടും വളരെ സന്തോഷത്തോടെ നിങ്ങളെ ക്ഷണിക്കുന്നു. എല്ലാവരും ഈ സ്ഥാപനത്തിൽ വരണം. വന്നിട്ട് നമ്മുടെ ഒരു ദിവസം നമ്മൾ ഇവിടുത്തെ അമ്മമാരുമായിട്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുമായിട്ട് എല്ലാവരും ഇരുന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനെ കൊണ്ട് നിങ്ങൾ സമയം കണ്ടെത്തണം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. ഈ പറയുന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട മഹതി, ആ വ്യക്തി ചങ്ങാതിക്കൂട്ടത്തിനോട് പറഞ്ഞു ഇതേപോലെ ഈ ഒരു പോസ്റ്റ് ഇട്ട ഈ ചങ്ങാതിക്കൂട്ടത്തിനോട് ഇവിടുത്തെ ഇന്നതൊക്കെയാ പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ ചങ്ങാതിക്കൂട്ടം എന്ന് പറയുന്ന മാധ്യമം ചെയ്തത് ഇവിടെ നമുക്ക് സ്പോൺസർഷിപ്പ് എന്ന് വെച്ചാൽ ഒരു ദിവസത്തെ ഭക്ഷണം നടത്താം എന്നും പറഞ്ഞാണ് ഇവിടെ വന്നത്. ഇവിടെ വന്ന് ഈ കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം ഇവിടെ തെറ്റുകുറ്റമില്ല എന്ന് മനസ്സിലായതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് നല്ലൊരു വീഡിയോ ഇട്ടത്. നിങ്ങളും അങ്ങനെയാ ചെയ്യേണ്ടത്. ഒരു കാര്യം വിളിച്ചു പറഞ്ഞാൽ അത് വിശ്വസിക്കാതിരിക്കുക. നിങ്ങൾ അത് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ഇവിടെ വരിക. ഇവിടെ വന്നിട്ട് ചങ്ങാതിക്കൂട്ടം ചെയ്തതുപോലെ എന്ന് വെച്ചാൽ അതല്ലേ അതിന്റെ മാന്യത, അതല്ലേ തെറ്റുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടല്ലേ ഒരു വീഡിയോ നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ അതേപോലെ നിങ്ങളൊരു റിയാക്ഷൻ വീഡിയോ നിങ്ങൾക്ക് ഇടണം, അല്ലെങ്കിൽ ഞങ്ങളെക്കുറിച്ചൊരു വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇതിന്റെ സത്യസന്ധത 2022 കേസ് കൊടുത്ത് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉൾപ്പെടെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അന്വേഷണം നടത്തി തെറ്റാണെന്ന് തെളിഞ്ഞ് എന്ന് വെച്ചാൽ ഈ കേസ് പോയ ഒരു പരാതിയും പിടിച്ചുകൊണ്ട് അത് പറഞ്ഞു വന്ന ഒരുത്തിക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ വന്നൊന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാനുള്ള മര്യാദ നിങ്ങൾ റിയാക്ഷൻ വീഡിയോക്കാർ എല്ലാവരും യൂട്യൂബർമാര് ദയവായിട്ട് അതൊന്ന് നോക്കണം. നോക്കിയിട്ട് വേണം ദയവ് ചെയ്ത് ജീവമാതാ കാരുണ്യഭവൻ എന്ന് പറയുന്ന സ്ഥാപനം, അതായത് എൻ്റെ ഹസ്ബൻഡ് വിജിലന്റ് മരിച്ചുപോയ എൻ്റെ ഹസ്ബൻഡ് വിജിലന്റ് തുടങ്ങി വെച്ചൊരു സ്ഥാപനമാണ്. 14 വർഷം കൊണ്ട് ഞാൻ രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ട് ഞാൻ ഇത്രയും എൻ്റെ അമ്മമാരെ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് വരുന്ന ഈ സ്ഥാപനത്തിൽ ഒരു 2 കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിച്ചത് അവർക്ക് പോകാൻ ഒരു ഇടമില്ലാത്തതുകൊണ്ടാണ്. 18 വയസ്സിൽ കെട്ടി നിങ്ങൾക്ക് പഠിപ്പിച്ചുകൂടായിരുന്നോ, 10-24 വയസ്സ് കഴിഞ്ഞിട്ട് കല്യാണം നടത്തിയാൽ പോരായിരുന്നോ എന്ന് പറയുമ്പോൾ ഞാൻ പറയാം, എനിക്കിവിടെ 18 വയസ്സ് വരെ നിർത്താനുള്ള ലൈസൻസേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഈ വൃദ്ധരായിട്ടുള്ള ഓൾഡ് ഏജ് ഹോമിന്റെ ലൈസൻസാ ഉള്ളത്. 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങളെ എനിക്കിവിടെ നിർത്താൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഈ സന്ധ്യയും അനാമികയും 18 വയസ്സായിട്ടും കല്യാണം കഴിച്ചത്. അതല്ലാതെ 18 വയസ്സ് ആവാൻ നോക്കിയിരുന്നു അപ്പൊ പിടിച്ച് കല്യാണം കഴിച്ചു അങ്ങനല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഈ ചിൽഡ്രൻസ് ഹോമിന്റെ ലൈസൻസ് ഇതെന്നല്ല, ഈ ചിൽഡ്രൻസ് ഹോമുകളുടെ ലൈസൻസ് എന്ന് പറയുന്നത് 6 വയസ്സ് മുതൽ 18 വയസ്സ് വരെ നിർത്താനുള്ള ലൈസൻസ് ആണ് നമുക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ കല്യാണം പെട്ടെന്ന് തന്നെ അവർക്ക് 18 വയസ്സായി അവരെ രണ്ടുപേരെ മാറ്റുന്നതിന് മുന്നേ അവർക്ക് കല്യാണം നമ്മൾ കഴിപ്പിച്ച് വിട്ടത്. നിങ്ങളെല്ലാവരും ഈ റിയാക്ഷൻ വീഡിയോ തന്നെയല്ല കേട്ടോ, ഇത് കാണുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ ഈ സ്ഥാപനം ഒരു സ്ത്രീക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, ഇത്രയും പേരെ നോക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇപ്പോഴല്ലേ എൻ്റെ മാരേജ് കഴിഞ്ഞത്, 14 വർഷം ഞാൻ എന്തും വേണ്ടി അനുഭവിച്ചു, എന്തും വേണ്ടി കഷ്ടപ്പെട്ടു, എന്തും വേണ്ടി ആൾക്കാരുടെ വായിലിരിക്കുന്ന കേട്ടു എന്നൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചൂടെ? ഒരു നിമിഷം അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചൂടെ? അപ്പൊ അത്രയും കഷ്ടപ്പെട്ട ഒരു സ്ഥാപനം കൊണ്ടുവരുമ്പം ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ ഒന്നും അറിയാതെ, നിങ്ങൾ എന്നെക്കുറിച്ച് അറിയാതെ, ഈ സ്ഥാപനത്തെക്കുറിച്ച് അറിയാതെ എങ്ങോ ഒരു മൂലയിൽ ഒരു മുറിയിലിരുന്ന് ഒരു റിയാക്ഷൻ വീഡിയോ ഇടുമ്പോഴത്തേനും അത് എന്തും വേണ്ടി ഒരു എൻ്റെ മാനസികമായിട്ടും എൻ്റെ അമ്മമാരുടെ ഭക്ഷണം, എൻ്റെ കുഞ്ഞുങ്ങളെ ഭക്ഷണം അതെല്ലാം ബാധിക്കുന്നതല്ലേ. അപ്പൊ നിങ്ങളെല്ലാവരും ഇത് കാണുന്നവരും ഈ യൂട്യൂബർമാരും ഈ വീഡിയോ കാണുന്നവരെല്ലാം ജീവമാതാ കാരുണ്യഭവനെ സപ്പോർട്ട് ചെയ്യണം. അതായത് ഓരോ ദിവസം ഓരോരുത്തരെ സ്പോൺസർ ചെയ്താണ് ഇവിടെ ഭക്ഷണത്തിന്റെ കാര്യം മുന്നോട്ട് പോകുന്നത്. അന്നദാന സ്പോൺസറിങ് ആണ്.
പിന്നെ നമുക്ക് കുറേ ക്ലീനിങ്ങിൻ്റെ പ്രോഡക്റ്റ് ഉണ്ട്. നമ്മളത് ഓരോ സ്റ്റാളിട്ട് അവിടെ വിൽപ്പന നടത്തുന്നുണ്ട്. നമ്മൾ 6-7 പേര് സ്റ്റേ ചെയ്ത് ഈ സാധനങ്ങൾ വിറ്റ് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഇത് കാണുന്ന എല്ലാവരും ജീവമാതയെ സപ്പോർട്ട് ചെയ്യണം. ഇനി ഒരാൾ ഒരു റിയാക്ഷൻ വീഡിയോ ഇടുമ്പോൾ തീർച്ചയായിട്ടും എന്നെ ബന്ധപ്പെടണം. എൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം, എന്നെ ബന്ധപ്പെടണം. ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ചോദിച്ചു മനസ്സിലാക്കാം. സത്യസന്ധമായ രീതിയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് അന്വേഷിക്കാം. നേരിട്ട് കണ്ട്, വീഡിയോ എടുക്കത്തില്ല, നേരിട്ട് കണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടാം. അതല്ലാതെ ദയവ് ചെയ്ത്, പിന്നെ എൻ്റെ കല്യാണം എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കല്യാണമാണ്. എൻ്റെ ഹസ്ബൻഡ് സ്നേഹമില്ലാത്തവന് അങ്ങനെ ഇങ്ങനെ പുള്ളിക്കാരൻ ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ വരാനെ കൊണ്ട് ഇഷ്ടമല്ല എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കല്യാണം, ഞാൻ നല്ല സന്തോഷത്തിലാണ്. എനിക്കൊരു ഈ അമ്മമാരെയും കുഞ്ഞുങ്ങളെയൊക്കെ നോക്കാനെ കൊണ്ട്, എൻ്റെ മക്കളെ നോക്കാനും എനിക്ക് സപ്പോർട്ട് ചെയ്യാനെ കൊണ്ട് എനിക്കിപ്പോൾ ഒരു കൂട്ട് കിട്ടി. ഞാൻ നല്ല ഹാപ്പിയാണ്. ഈ ഒരു കുടുംബം, ഞങ്ങളുടെ ജീവമാതാ കാരുണ്യഭവൻ എന്ന് പറയുന്ന ഞങ്ങളുടെ ഈ കുടുംബം 10-70 പേര് അവിടെയും, ഞങ്ങളല്ലാതെ 4-5 പേര്, ഞങ്ങളെല്ലാവരും നല്ല ഹാപ്പിയാണ്. അപ്പോൾ പുള്ളിക്കാരനെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ജോലിക്ക് പോയൊക്കെ വന്നിട്ടില്ല. അപ്പോൾ അവള് ഇങ്ങനെ പറയുന്നു, യൂട്യൂബർ ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ ഇതുവരെ ഒരു വീഡിയോക്കകത്ത് ഹസ്ബൻഡ് വന്നിട്ടില്ല, പുള്ളിക്കാരൻ ഇഷ്ടമില്ലാതായിരുന്നോ? ഇഷ്ടമില്ലാതെ പിടിച്ചു കെട്ടി അല്ലായിരുന്നല്ലേ കല്യാണം. സാധാരണ കല്യാണം വരുമ്പോൾ ടെൻഷനൊക്കെ ഉണ്ട്. ഞാൻ പണ്ടിങ്ങനെ ചിരിച്ച് എൻ്റെ എല്ലാ വീഡിയോ നോക്കി അറിയാം, ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ ചിരിച്ച് ശീലമുള്ളത് കൊണ്ട് കല്യാണത്തിന് ഞാൻ അങ്ങ് ചിരിച്ചു. എനിക്ക് ചിരിയാ വന്നത് മൊത്തം. എന്ന് വെച്ചാൽ പ്രായവും ഇത്രയായി, മക്കള് കല്യാണം നടത്തി തരും, അപ്പം എനിക്ക് ചിരിയാ വന്നത്. അവന് എൻ്റെ മക്കളെന്ന് വെച്ചാൽ എൻ്റെ കൂടെ ഹാപ്പി ആയിട്ട് കട്ടയ്ക്ക് നിൽക്കുമല്ലേ, അപ്പം ഞാൻ സന്തോഷത്തോടല്ലേ നിൽക്കണ്ടേ. അപ്പം പുള്ളിക്കാരൻ ഇങ്ങനെ അങ്ങനെ ഒരു എന്താ പറയുന്നത്, ക്യാമറയുടെ മുന്നിൽ വരാൻ ഇച്ചിരി മടിയുള്ള, എന്നാൽ എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ്. ഇന്നലെയും എൻ്റെ കൂടെ അന്നദാനത്തിന് എൻ്റെ കൂടെ കയറി ബിരിയാണി വെച്ച ആളാണ്. അപ്പം ഒന്ന് ചിന്തിച്ച് നോക്കണം, നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ഈ വീട്ടിൽ 70 പേരടങ്ങുന്ന ജീവമാതാ കാരുണ്യഭവൻ എന്ന് പറയുന്ന ഈ വീട്ടിൽ ഞങ്ങളുടെ ഓരോ ദിവസവും കഴിഞ്ഞു പോകാനെ കൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമസ്കാരം.